പ്രിയ സുഹൃത്തുക്കളെ, ഒരു ചെന്നായിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ചെന്നായി വിശന്നിങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പറ്റി. അപ്പോൾ അവിടെ കുറേ മനുഷ്യർ നല്ല രീതിയിൽ പരസ്പരം സ്നേഹിച്ച് ജീവിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ചെന്നായിക്ക് അതിൻ്റെ അകത്ത് എങ്ങനെയും കയറി പറ്റണം. അങ്ങനെ പുറത്തുള്ള ആൾക്കാരെയൊന്നും കയറ്റൂല. പക്ഷേ ഈ ചെന്നായിക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്ത് കയറണം. അവിടെ ഒരുപാട് ഭക്ഷണം കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ചെന്നായി അവിടുത്തെ ഏറ്റവും ക്രിമിനൽ മൈൻഡുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയെ പിടിച്ച് അങ്ങനെ പതിയെ എല്ലാവരിലേക്കും എന്ത് ചെയ്യുന്നു, പരസ്പരം അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങളെ കൊണ്ടുപോയിട്ട് പരസ്പരം അടിയുണ്ടാക്കി അതിൻ്റെ അകത്ത് കയറിപ്പറ്റി അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും നക്കാപ്പിച്ച ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കഴിക്കുന്നതാണ് ചെന്നായിയുടെ പണി. അപ്പോൾ അങ്ങനത്തെ ഒരു ചെന്നായിയുടെ കഥയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഒരു ചെന്നായി ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് പറയുന്നത് ആദ്യം ഒന്ന് കേൾക്കുക. കാര്യങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഹാദിയ ഇവിടെ ഈ പറയുന്ന ഹോമിയോ പഠിക്കാൻ വേണ്ടിയിട്ട് ശിവരാജ് ഹോമിയോപതിക് മെഡിക്കൽ കോളേജ്, ആ കോളേജിലൊക്കെ ഞാൻ പോയി നോക്കിയിട്ടുള്ളതാണ്, നമുക്ക് അറിയുന്ന സ്ഥലം തന്നെയാണ്. അവിടെ ഒരു കുട്ടിയുടെ ഒരു കൂടെ ഉണ്ടായിരുന്ന കുട്ടിയുടെ ഇൻഫ്ലുവൻസിൽ മതം അതിലേക്ക് ആകർഷയാകുന്നു, ഇസ്ലാമിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് കൂട്ടു നിന്നത് ഒരു മുസ്ലിം കുട്ടിയാണ്. അതിന് അവർക്ക് പ്രചോദനം നൽകിയത് ഒരു മുസ്ലിം ഫാമിലിയാണ്. ആ ഫാമിലി പൊന്നാനി ഭാഗത്താണ്. ആ പറയുന്ന ആളുകൾ പൊന്നാനിയിൽ അവരെ കൊണ്ടുപോകാനും അവരെ അതിനെ ട്രെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതിനുള്ള ആളുകളെ നമുക്കറിയാം. നബീസ എന്നാണ് അവരുടെ പേര്. അങ്ങനെ കേൾക്കുകയാ പറയുന്നത്, വെറുതെ കിടന്ന് മെഴുകല്ലേ, നമ്മൾ അറിഞ്ഞിട്ടാ പറയുന്നത്. രാവിലെ ഇതൊക്കെ വിഴുങ്ങും. വിഴുങ്ങിയാൽ എന്താ പ്രശ്നം? അതായത് സ്വന്തം ഉമ്മ മരിച്ചിട്ട് പോലും പേടിച്ച് തൂറിയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇവൻ വിമർശിക്കുന്ന മതക്കാരെടുത്ത് അലക്കുമോ എന്നുള്ളത് പേടിച്ചിട്ട് സ്വന്തം ഉമ്മ വരെ മരിച്ചിട്ട് പോകാത്ത വ്യക്തിയാണ് ഇവിടെ കിടന്ന് കൂവുന്നത്. ഓക്കെ, എപ്പോഴും എങ്ങനെയാണെന്നറിയോ, ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടയിൽ ജിഹാദും കൂടെ കുത്തിക്കയറ്റി അതെ നോക്കിയിട്ട് തുണി പൊക്കി വെടിവെച്ച് ഇതൊക്കെ ഇടയിൽ കൂടെ കയറ്റുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് എന്താവും, സത്യമാവും. ഇതാണ് ഇവൻ്റെ മെയിൻ പോയിന്റ്. ഇവൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഇവൻ്റെ എല്ലാ വീഡിയോയിലും ശ്രദ്ധിച്ച് നോക്കൂ. ഈ കാശ്മീരിൻ്റെ വിഷയം എടുത്തിട്ട് അലക്കും. അത് ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ ഇവൻ പറയുന്നത് സത്യം എന്ന് ഒരു വിഭാഗം ആൾക്കാർ വിശ്വസിക്കുള്ളൂ എന്നുള്ളത് അവനക്ക് വ്യക്തമായിട്ടാകും. പക്ഷേ എനിക്ക് അതിന്റെ ആവശ്യമില്ല, നമ്മളുള്ള കാര്യം പറയും. അപ്പൊ അവിടെ നബീസ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നോ ഇല്ലേ, പോയി അന്വേഷിക്കാം. അവിടെ കുട്ടികൾ അവളെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നോ ഇല്ലേ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവര് ആട് മേയ്ക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ ഫോൺ വിളിച്ചിരുന്നോ ഇല്ലേ, വിളിച്ചിട്ടുണ്ട്. പറയില്ല, ഇതാണ് അവിടുത്തെ കഥ. അവിടെ ശ്രീലങ്കയിലേക്ക് പോകാൻ നോക്കിയിരുന്നു. അച്ഛന് കാര്യം അറിയുന്നതും എന്നിട്ട് അവർ ഇടപെട്ടിട്ട് ഇതിലെന്തോ പന്തികളുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അന്വേഷിക്കുന്നതും ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുന്നതും. സത്യത്തിൽ ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് പുറത്തേക്ക് പോവുക എന്നതായിരുന്നു. അത് തടയിട്ടത് ഹേബിയസ് കോർപ്പസ് കൊടുത്തപ്പോഴാണ്. ആ ഹേബിയസ് കോർപ്പസ് കൊടുത്തതോട് കൂടിയാണ് അവിടെ പ്രശ്നം കുഴഞ്ഞു മറിയുന്നതും ഷെഫിൻ ജഹാൻ എന്ന് പറയുന്ന ആൾ കടന്നു വരുന്നത്. അതൊരു കല്യാണത്തിന്റെ രൂപത്തിലേക്ക് വരുന്നത്. പിന്നീട് അത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ലെവലിലേക്ക് വരും. ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഇതിനകത്തില്ല. അത് നമ്മൾ പണ്ടും അതേ ഗതിയില്ല എന്ന് പറഞ്ഞല്ലോ, സമാധാനമായി പറയുന്ന കാര്യമാണ്. ഇതിനകത്തുള്ളത് എന്താണ്? ഇതിനകത്തുള്ളത് കൺവേർഷനാണ്, ജിഹാദാണ്. ലവ് ഇതിനകത്ത് ഒരു ചെറിയൊരു തുറപ്പിച്ചിട്ട് മാത്രമേ കാര്യം സാധിക്കാൻ വേണ്ടി നടത്തിയ സാധനമാണ്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഇതിന്റെ ടോട്ടലി പറയാൻ പോയി കഴിഞ്ഞു പറഞ്ഞാൽ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ ഇത് വേറെ ടീമുകളും മതം മാറ്റാൻ ശ്രമിച്ചിട്ട് അങ്ങോട്ട് ആട് മേക്കാൻ കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇവൻ വരുത്തുന്നത്. എന്തായാലും ഞാൻ ആ കേസിനെ കുറിച്ച് ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട്. ജെമിനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിനെക്കുറിച്ച് ജെമിനി എന്താ പറയുന്നത് ആദ്യം നിങ്ങളൊന്ന് കേൾക്കുക. ആദ്യമായി ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിക്കുകയും പിന്നീട് ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ മാധ്യമ ശ്രദ്ധയും നിയമ പോരാട്ടങ്ങളും നടന്ന കേസ് ഹാദിയ കേസ് അഖില അശോകനാണ്. ഈ കേസിനെ കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങളും അത് അന്വേഷിച്ച ഏജൻസികളെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ താഴെ നൽകുന്നു. 1. കേസ് അന്വേഷിച്ചത് ആരാണ്? ഈ കേസ് വിവിധ ഘട്ടങ്ങളിലായി ഒന്നിലധികം ഏജൻസികൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടുണ്ട്. കേരള പോലീസ് ഹാദിയയുടെ അഖില പിതാവ് അശോകൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി കേരള പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത്. പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണോ പോയത് എന്ന് കണ്ടെത്താനായിരുന്നു ഇത്. ദേശീയ അന്വേഷണ ഏജൻസി NIA കേരള ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ആസൂത്രിത മതപരിവർത്തനമോ ലവ് ജിഹാദ് ആരോപണങ്ങൾ തീവ്രവാദ ബന്ധങ്ങളോ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ NIA രംഗത്തിറങ്ങി. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലായിരുന്നു പിന്നീട് ഈ അന്വേഷണം. 2. എന്താണ് ഈ കേസിന്റെ യഥാർത്ഥ സത്യം? യഥാർത്ഥ വസ്തുതകൾ. കോടതി രേഖകളും അന്തിമ വിധിന്യായങ്ങളും അനുസരിച്ച് ഈ കേസിന്റെ യഥാർത്ഥ വസ്തുതകൾ താഴെ പറയുന്നവയാണ്. സ്വയം എടുത്ത തീരുമാനം. വൈക്ക സ്വദേശിയായ അഖില എന്ന BAMS ബാംസ് വിദ്യാർത്ഥിനി തന്റെ സുഹൃത്തുക്കളായ മുസ്ലിം പെൺകുട്ടികളിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇസ്ലാം മതം സ്വീകരിച്ചതെന്നും ഹാദിയ എന്ന പേര് സ്വീകരിച്ചതെന്നും കോടതികളിൽ വ്യക്തമാക്കി. ആരും കൺവേർട്ട് ചെയ്യാനായി നിർബന്ധിച്ചിട്ടില്ലെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു. വിവാഹം. മതം മാറി ജീവിക്കുന്നതിനിടയിലാണ് ഹാദിയ ഷെഫിൻ ജഹാൻ എന്ന യുവാവിനെ വിവാഹം കഴിക്കുന്നത്. എന്നാൽ ഈ വിവാഹം മാതാപിതാക്കളുടെ അറിവോടെയല്ലായിരുന്നു. ഹൈക്കോടതി വിധി മകൾ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയായതാണെന്നും വിദേശത്തേക്ക് കടത്താൻ സാധ്യതയുണ്ടെന്നും കാണിച്ച് പിതാവ് നൽകിയ ഹർജിയിൽ 2017 കേരള അതെന്തായാലും സ്വന്തം അച്ഛനും അമ്മയും അങ്ങനെ തന്നെ തീരുമാനിക്കുക. അവരുടെ മക്കളെ വിട്ടുകൊടുക്കില്ലല്ലോ. കോടതി ഈ വിവാഹം റദ്ദാക്കി.
ഹാദിയയെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ വിടാനും ഉത്തരവിട്ടു. സുപ്രീം കോടതിയുടെ ഇടപെടലും അന്തിമ വിധിയും 2018 ഹൈക്കോടതി വിധിക്കെതിരെ ഷെഫിൻ ജഹാൻ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഹാദിയയെ നേരിട്ട് വിളിച്ചു വരുത്തി സംസാരിച്ചു. തനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണമെന്നും ഭർത്താവിനൊപ്പം പോകണമെന്നും ഹാദിയ ശക്തമായി കോടതിയിൽ വാദിച്ചു. അന്തിമ സത്യം 2018 മാർച്ചിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് ചരിത്രപരമായ ഒരു വിധി പുറപ്പെടുവിച്ചു. പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് സ്വന്തം ഇഷ്ടപ്രകാരം മതം തിരഞ്ഞെടുക്കാനും പങ്കാളിയെ തിരഞ്ഞെടുക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി വിവാഹം റദ്ദാക്കിയത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച സുപ്രീം കോടതി ഹാദിയയുടെ വിവാഹം നിയമപരമായി സാധുവാണെന്ന് പ്രഖ്യാപിക്കുകയും അവർക്ക് ഭർത്താവിനൊപ്പം ജീവിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. NIA അന്വേഷണത്തിൽ ഈ വിവാഹത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനകളോ കുറ്റകൃത്യങ്ങളോ നടന്നതായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഈ കേസിന്റെ യഥാർത്ഥ പശ്ചാത്തലം. അതായത് ഇവന്മാർ തന്നെ വാനോളം പുകഴ്ത്തുന്ന NIA അന്വേഷിച്ചിട്ട് പോലും തുമ്പ് പോലും കിട്ടിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവനും ഇവൻ്റെ കൂട്ടാളികൾക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് ഇവനെടുത്തിട്ട് മാക്സിമം അലക്കുന്ന അതിൻ്റെ ഇടയിൽ ഈ കാശ്മീർ വിഷയവും തീവ്രവാദികളെല്ലാം കുത്തിക്കയറ്റുന്നത് മനസ്സിലായി. ഇത് വളരെ സിമ്പിളാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണ് മുസ്ലിം സുഹൃത്തുക്കളോടൊപ്പം നടന്നപ്പോൾ അതിലെന്തോ ഒരു ആകർഷണം തോന്നിയിട്ട് അവൾ മതം മാറി. പിന്നീട് ഒരു തന്നെ കല്യാണം കഴിച്ചു. വീട്ടുകാർ കയറി കേസ് കൊടുത്തപ്പോൾ കോടതി ആ വിവാഹത്തിന് അംഗീകരിച്ചില്ല. പക്ഷേ ഇവർ വിട്ടില്ല. വീണ്ടും ഇവർ സുപ്രീം കോടതിയിൽ പോയിട്ട് അതിൻ്റെ അംഗീകാരം നേടി. തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിങ്ങൾ കേൾക്കുന്ന ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏതിനും വിശ്വസിക്കുകയും ചെയ്യാം, ആരെയും കല്യാണം കഴിക്കാം. അത് നിങ്ങൾ ആരും ആയിക്കോട്ടെ, പറയുന്നത് മനസ്സിലാകും. പിന്നെ അവരവരുടെ വീട്ടുകാർ ആരും വിടുവൊന്നുമില്ല. അതിപ്പോൾ മുസ്ലിമിലായാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദുവിലായാലും ആരും വിടുവൊന്നുമില്ല. അവർ മാക്സിമം ആ കല്യാണത്തിന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത്രേ ഇവിടെ നടന്നോളൂ. അപ്പോൾ അതെടുത്തുകൊണ്ട് ചില വർഗീയവാദികൾ എന്ത് ചെയ്യുന്നു, ഇതിനെ വർഗീയ ചിത്രീകരിക്കുന്നു. ഇതാണ് ഇതിനകത്ത് ഈ കേസിൻ്റെ അകത്തുണ്ടായത്. അപ്പോൾ ഇവൻ പറഞ്ഞിട്ട് തന്നെ പല സ്ഥലത്തിലും യോജിക്കില്ല. പിന്നെ ഇവൻ റേഡിയോ പോലെയാണല്ലോ, ഇവനക്ക് എന്തും പറയാമല്ലോ. അങ്ങോട്ട് പറയാമെന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ അവൻ അപ്പം തന്നെ എന്ത് ചെയ്യും, ആളിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ അവനോട് പോയിന്റുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങനെ ബെൽറ്റ് അടിച്ച് മറിച്ച് പെട്ടെന്ന് തന്നെ അവൻ പാകിസ്ഥാനിലേക്ക് പോകും, തുണി പൊക്കിയ കാര്യം പറയും, മറ്റേത് മറിച്ചത് അങ്ങനെ ചാടി പോകും. അപ്പോൾ പെട്ടെന്ന് ഇവരാകാൻ കൂടി പറയുന്നെന്ന് പറയും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോകും ഇവർക്ക്, മനസ്സിലായി. ആ ഉത്തരം മുട്ടലാണ് ഇവൻ എന്ത് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ജാതികളെ കുറിച്ചും തീവ്രവാദികളെ കുറിച്ചും പറയുമ്പോൾ ഇതിനെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സംസാരിക്കുന്നവൻ അവിടെ ഉത്തരം മുട്ടുന്നത്. കാരണം അവിടെ നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആകില്ലേ. അത് ഇവൻ്റെ ഒരു സൈക്കോളജി മൂവ്മെൻറ്റാണ്. ഈ സൈക്കോളജി മൂവ്മെൻറ്റൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും അഖില കേസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഈ നാറ് ഇപ്പോഴും എടുത്തിട്ട് അലക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. ഇപ്പോഴും അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് എടുത്തിട്ട് അലക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവനക്ക് നിങ്ങളുടെ പൈസ ഒരുപാട്, അവനെ നിങ്ങൾ മെസ്സേജ് ചെയ്യണമെന്നടക്കം നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സാധ്യത. എന്തായാലും ഇതിൽ ഒരുപാട് ക്രിമിനൽ മൈൻഡിലുള്ള ആൾക്കാരാണ് ഇവൻ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ധമായി മുസ്ലിം വിരോധമുള്ള ആൾക്കാരെയാണ് അവൻ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. പറ്റിച്ച് അവരുടെ പൈസ കുറച്ച് തിന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ കൃത്യമായിട്ട് കമൻറ്റിൽ പറയുക അഖില കേസ് നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ.